ഏതൊരു ക്ഷേത്രത്തിലേക്ക് പോയാലും അവിടെ കാണാം ഒരു മനോഹരമായ കുളം. പക്ഷേ നിങ്ങൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് എല്ലാ ക്ഷേത്രങ്ങൾക്കും ഒരു കുളം ഉണ്ടാവുന്നത്? പുരാതന കാലത്ത് ക്ഷേത്രത്തിലെ കുളം ശുദ്ധിയുടെയും സമാധാനത്തിന്റെ പ്രതീകമായിരുന്നു. ദേവദർശനത്തിന് മുമ്പ് കുളത്തിൽ കുളിക്കുന്നത് ശരീരത്തെ മനസ്സിനെ ശുദ്ധമാക്കുമെന്നാണ് വിശ്വാസം. അങ്ങനെ കുളത്തിൽ മുങ്ങുമ്പോൾ നമുക്ക് ദൈവാനുഗ്രഹത്തിന്റെ സ്പർശം ലഭിക്കുമെന്ന് കരുതപ്പെട്ടു. ക്ഷേത്രകുളങ്ങൾ സാധാരണയായി ഭൗമകാന്തിക എനർജി കൂടുതലുള്ള സ്ഥലങ്ങളിലാണ് പണിയുന്നത്. ആ വെള്ളത്തിൽ നിന്ന് പുറപ്പെടുന്ന നെഗറ്റീവ് അയോൺസ് വായുവിനെ ശുദ്ധമാക്കുകയും മനസ്സിന് സമാധാനം നൽകുകയും ചെയ്യുന്നു. ക്ഷേത്രത്തിലെ മന്ത്രങ്ങളുടെയും ഘണ്ഠനാദങ്ങളുടെ വൈബ്രേഷൻ ആ കുളത്തിലെ ജലത്തെയും ചാർജ് ചെയ്യും. അതിനാൽ ആ വെള്ളം സ്പർശിക്കുമ്പോൾ തന്നെ നമുക്ക് പോസിറ്റീവ് എനർജി ലഭിക്കും. അതുകൊണ്ട് തന്നെ ആ കുളങ്ങൾ ക്ഷേത്രത്തിന്റെ എനർജി ബാറ്ററി പോലെ പ്രവർത്തിക്കുന്നു. ക്ഷേത്രകുളങ്ങൾ മഴവെള്ളം ശേഖരിക്കാനും ഭൂമിയിലെ ജലനിരപ്പ് നിലനിർത്താനും സഹായിക്കുന്നു. അതിനാൽ ക്ഷേത്രം ചുറ്റുമുള്ള പ്രദേശം എപ്പോഴും തണുപ്പും ശാന്തവുമായ അന്തരീക്ഷം നിലനിർത്തും. ഇന്നത്തെ കാലത്ത് ഈ പാരമ്പര്യം നമ്മെ പ്രകൃതി സംരക്ഷണത്തിന്റെ മഹത്വം ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് കുളമുള്ള ക്ഷേത്രങ്ങളിലേക്ക് പോകുമ്പോൾ ആ കുളത്തെ വെറും വെള്ളക്കുളം എന്നല്ല കാണേണ്ടത്. അത് ക്ഷേത്രത്തിന്റെ ആത്മാവിനോട് ബന്ധമുള്ള ശുദ്ധമായ ഊർജത്തിന് ഉറവിടമാണെന്ന് മനസ്സിലാക്കുക.